അനന്തുവിന്റെ മരണം വലിയ രാഷ്ട്രീയ പോര് തന്നെയാണ് നിലമ്പൂരിലുണ്ടാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥി മരിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന ഗുരുതര ആരോപണവുമായി വനമന്ത്രിയും സിപിഎമ്മും രംഗത്തെത്തി. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. വനം വകുപ്പിന്റെ കഴിവുകേട് മറച്ചുവെക്കാൻ വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുകയാണ് വനമന്ത്രിയും സിപിഎമ്മും എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ പുതിയ രാഷ്ട്രീയ ചർച്ചയാണ് വിദ്യാർത്ഥിയുടെ ഷോക്കേറ്റുള്ള മരണം. ദാരുണമായ സംഭവത്തെ UDF രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുന്ന ഇടതുമുന്നണി ഒരു ഗുരുതര ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അപകടത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് വനം മന്ത്രിയുടെ പ്രതികരണം. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ, അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കെണിവെച്ച് പോലീസ് അറസ്റ്റിലായ പ്രതിയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കില്ലല്ലോ. പ്രതിയെ കിട്ടിയ ഒരാൾ കോൺഗ്രസ് ആണ്, ഇവിടുത്തെ വാർഡ് വൈസ് പ്രസിഡന്റാണ്. അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് പ്രതിപക്ഷം. വനം മന്ത്രിയുടെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനാണ് ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ്. അതിന് MB ഗോവിന്ദൻ കുടപിടിക്കുന്നുവെന്ന് VD സതീശൻ. വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി വനാതിർത്തികളിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണുള്ളത്. ഗൂഢാലോചന ആരോപിച്ച വനമന്ത്രി നിലമ്പൂരിലെ ജനതയോട് മാപ്പ് പറയണമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. ഇതുപോലത്തെ പ്രസ്താവന നടത്തുന്ന മന്ത്രി എത്ര നിരുത്തരവാദിത്വപരമാണ് പറയുന്നത്. അതിന് മന്ത്രി മാപ്പ് പറയണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ മുതൽ മലപ്പുറം പരാമർശം വരെ ചർച്ചയാകുന്ന നിലമ്പൂരിൽ പുതിയ തലത്തിലേക്ക് പോവുകയാണ് പ്രചരണ വിഷയങ്ങൾ. മീഡിയ 1 നിലമ്പൂർ.